ഈ നിൽക്കുന്ന കെട്ടിടം ഉണ്ടല്ലോ, ഇതുണ്ട്, ഈ ബിൽഡിംഗ് ഉണ്ടല്ലേ, ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന് വേണ്ടി അക്വയർ ചെയ്ത അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത്. ഏകീകരണമില്ല. അതിൻ്റെ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത സ്ഥിതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഈ സ്ഥലം ഏറ്റെടുത്തതാണ്. ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് കിഫ്ബിയുടെ അണ്ടറിൽ വരുന്നതാണ്. അവരുടെ കേരള റോഡ് ഫണ്ട് ബോർഡാണെന്ന് തോന്നുന്നു. അവരുടെ ഉദ്യോഗസ്ഥർ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തി ഇവിടെ അവരുടെ അനുമതി ഇല്ല. അവരറിഞ്ഞ് ഈ കെട്ടിയിരിക്കുന്നത് പോലും അവരുടെ അനുമതിയോടുകൂടി അല്ല. ഇതൊന്ന് എല്ലാ ഇലക്ഷനും ഇടുവല്ലേ രണ്ടുപേരും. ഇത് നമ്മൾ കുട്ടിക്കാലം തൊട്ട് ഇളകുന്ന, ഇനിയിപ്പോൾ നമ്മൾ തീരാറായി, എന്നാലും പാലം വരില്ല. ജനങ്ങൾക്ക് റോഡാണ് പ്രാധാന്യം. കാര്യം ഇവിടുത്തെ പാലം വരുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. വന്നിട്ടില്ല. നമസ്കാരം, ഇത് അഞ്ചുതെങ്ങ് കായിക്കര കടവ് പാലമാണ്. കടവ് പാലം എന്ന് പറയാൻ പറ്റില്ല, കടത്തുള്ള സ്ഥലമാണ്. വളരെ വിചിത്രമായൊരു സംഗതി നമ്മൾ കണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ നാട്ടുകാരുടെ പരാതിയാണ്. കാരണം ഇവിടെ ഒരു പാലം വരാൻ പോവുകയാണ്, കിഫ്ബി ഏറ്റെടുത്തിട്ടുണ്ട്. ആ പാലം വരാനുള്ള സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇതിൽ ഒരു ഫണ്ട് അനുവദിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ നാളെ ഈ പാലം വന്നു കഴിഞ്ഞാൽ ഈ എടുക്കുന്ന പണിയെല്ലാം വേസ്റ്റാവും. കാരണം എത്രയോ ലക്ഷം രൂപയാണ് ഇതൊക്കെ മുടക്കുന്നത്. ഈ കാശൊക്കെ ആരുടെ കാശാണ്? നമ്മുടെ നികുതി കാശാണ്. ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എത്രയും പെട്ടെന്ന് കമ്മീഷൻ അടിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ വിളിച്ച ആൾക്കാരും അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, ചോദിക്കാം. ചേട്ടാ നീ വാ, എന്താണ് സംഭവം? എന്താണ് നിങ്ങളൊക്കെ വിളിച്ചത്? നമസ്കാരം. ഇത് നമ്മുടെ ഇവിടെ വക്കം അഞ്ചുതെങ്ങ് പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിട്ടാണ് ഈ കായിക്കര കടവ് പാലം എന്നുള്ളത്. അപ്പോൾ അതിന് അനുമതിയായി പല ഘട്ടങ്ങളിലായിട്ട് സർക്കാർ തുക അനുവദിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ട പ്രവൃത്തികളാണ് നടന്നു വരുന്നത്. ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഇനി വർക്ക് ടെൻഡർ ചെയ്ത് വർക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ഈ 9 ലക്ഷം എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ടുള്ളത് അറിഞ്ഞിട്ടില്ല. ഞാൻ മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇതിൽ ഇവിടെ ഒരു 100-150 മീറ്ററോളം സ്ഥലം ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുക അനുവദിച്ചു എന്നുള്ളതാണ്. ഇത് തീർത്തും വേസ്റ്റ് ഓഫ് മണിയാണ്. കാര്യം നമുക്കറിയാം, ഇതിപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു പാലം പണി ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാരം കയറ്റിയ വലിയ വാഹനങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ അത് താങ്ങാനുള്ള ശേഷിയൊന്നും അതിനുണ്ടാവില്ല. തീർച്ചയായിട്ടും അത് തകർന്ന് തരിപ്പണാകും. ഇനി ജനങ്ങൾ പോകുന്ന ബുദ്ധിമുട്ട് വെച്ചിട്ടാണ് ഇത്തരത്തിൽ കാര്യം ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടി ചെയ്യേണ്ടിയിരുന്നത് ഇതിൽ നിന്ന് തുച്ഛമായിട്ടുള്ള 1-2 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് ഇത് താൽക്കാലികമായിട്ട് ആ കുഴി വന്ന ഭാഗങ്ങളിൽ റീടാർ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കോൺക്രീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ അതൊന്നും അല്ലാതെ ഇത്രയും ലക്ഷം രൂപ ഇവിടെ ചിലവഴിച്ചേ മതിയാവൂ എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഇത് തീർച്ചയായും അത് പൊളിഞ്ഞു പോകുന്ന മാത്രം. ഇത് പാലം വരുന്നതിന് മുമ്പ് തന്നെ അത് തകരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ അതിൻ്റെ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത സ്ഥിതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഈ സ്ഥലം ഏറ്റെടുത്തതാണ്. ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് കിഫ്ബിയുടെ അണ്ടറിൽ വരുന്നതാണ്. അവരുടെ കേരള റോഡ് ഫണ്ട് ബോർഡാണെന്ന് തോന്നുന്നു. അവരുടെ ഉദ്യോഗസ്ഥർ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തി ഇവിടെ അവരുടെ അനുമതി ഇല്ല. അവരറിഞ്ഞ് ഈ കെട്ടിയിരിക്കുന്നത് പോലും അവരുടെ അനുമതിയോടുകൂടി അല്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ നിർമ്മിതികളും ഇതുമായിട്ട് സ്ഥലം ഏറ്റെടുത്തിട്ട് ശേഷമാണ്. ഈ അതിനെക്കുറിച്ച് അറിയില്ല. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഏകോപന കുറവാണ് ഇതിനെല്ലാത്തിനും പ്രധാന കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും ഇത് പൈസ നഷ്ടപ്പെടുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് ആരുടെ മന്ത്രിയും ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നടക്കുന്നത്. വർക്ക് പോലും പ്രോപ്പറായിട്ടല്ല അവർ ചെയ്യുന്നത്. അത് നമുക്കറിയാം. അത് ഇപ്പം ഇത് അഥവാ ഇവർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര ദിവസം നിൽക്കും എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ ചേട്ടന്മാർക്ക് അറിയാം കേട്ടോ, ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരം അറിയോ? കാരണം ഇത് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ അല്ലെ കിഫ്ബിയുടെ അനുമതി ഇല്ലാതെയാണ് ഇവിടെ കിട്ടിയതും ഈ പാലം പണിയൊക്കെ പറയുന്നത്. എന്തെങ്കിലും നാട്ടുകാർ വന്നത് എനിക്കറിയില്ല. എൻ്റെ വൈഫ് കൂടാണിത്. ഞാനും ഇത് ആലോചിച്ചെന്തെന്ന് അറിയാൻ വയ്യ. പാലം വരാൻ പോണെങ്കിൽ മൊത്തം പൊളിച്ച് പണിയണ്ടേ? അപ്പോഴത്തേക്ക് എടുക്കുന്ന പണിയൊക്കെ വേസ്റ്റ് ആവില്ല. ഈ കെട്ടിക്കുന്ന സാധനം വരെ പൊളിച്ച് കളയണ്ടേ? അതൊക്കെ മാറ്റേണ്ടി വരും. ആരെ കാശാണ്? നമ്മളെ പൈസ തന്നെ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നടക്കണ എല്ലാ തനക്കല്ലേ. എന്തു പറയാ, ഞാനും ഇന്നലെ വന്നേ ഉള്ളൂ. നമ്മുടെ കാശല്ലേ കേട്ടാ പോകുന്നത്. ആരും ഇതിന് ഇറങ്ങുന്നില്ല. ഞാനിപ്പോ ഈ പഞ്ചായത്തിലുള്ളതല്ല. ഒരു പാലം വരുന്നു, ആ വഴി ശരിയാവും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് ഏകീകൃതമല്ല. നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തും നമ്മളെ കിഫ്ബിയായിട്ട് ഏകീകരണം ഇല്ലാത്തതിന്റെ തെളിവല്ലേ കാണിക്കുന്നത്? അത് ഉറപ്പാണ്. അത് ജനങ്ങള് അറിയണ്ടേത്. ഞാനിപ്പോൾ എൻ്റെ വൈഫ് കൂടാണ് ഇവിടെ. എൻ്റെ സ്ഥലം ആറ്റിങ്ങലാണ്. നാട്ടിൽ വിളിച്ചിട്ട് ഞാൻ വന്നത്. ഞാനൊരു വിഷയമുണ്ട്.
അത് ചൂണ്ടിക്കാണിക്കണം. ഞാനിപ്പോൾ വൈഫിനോട് ചോദിച്ചതാണ്, ഞാനും വന്നോണ്ട് ചോദിച്ചതാണ്, ഇതിപ്പോൾ ഇങ്ങനെ ഇടുന്നത് പാലം വരെയല്ലേ. അപ്പോൾ അവർക്കറിയില്ല, അറിയില്ല. ചേട്ടാ ചേട്ടൻ ചോദിക്കട്ടെ, ഇവിടെ പാലം വന്ന കേസൊക്കെ അറിയാമോ? പിന്നെ എന്തിനാണ് ഇത്രയും പണി കിടക്കുന്നത് ഇവിടെ? അല്ല, ഈ പാലം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഒരു പാലം വന്നു കഴിഞ്ഞാൽ അക്കരെ പാലം വരുന്നതിന് മുന്നേ എന്തിനാണ് ഇത്രയും കാശ് മുടക്കുന്നത് ഈ റോഡിൽ? അതേ പാലം വരുന്ന അത് അവർക്ക് എത്ര ലക്ഷങ്ങൾ ഇവിടെ ഉണ്ടാക്കി, അതിനാർക്കും വല്ല നിങ്ങൾ ആരും എല്ലാം നോക്കിയിട്ടുണ്ടോ? എത്ര ഉണ്ടാക്കി ആരുണ്ടാക്കി അതിന് ആരൊക്കെ ഉണ്ടാക്കിയെന്ന് ആദ്യം പറയേ. ഇതെന്താ ഇത് നശി കിടക്കുന്നത്? ആരെ ഉണ്ടാക്കി? ഇത് എന്തിനാ ഉണ്ടാക്കിയത്? ഈ പറയുന്ന പാലം വരുന്നുണ്ട്, അതിന് മുന്നോടിയായുള്ള പണികളൊക്കെ ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് ഈ പറയുന്ന കുറേ കാശുകൾ, ഫണ്ടുകളൊക്കെ, ഇതൊക്കെ ഇപ്പോൾ പാലം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിച്ചു കളയേണ്ടി വരും. കായിക്കട കടവ് ബോട്ട് ജെട്ടി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം. നമ്മുടെ റിയാസ് മന്ത്രിയാണ് കേട്ടോ, കുഴപ്പമില്ല. ഇതൊക്കെ എത്ര കോൺട്രാക്ടർമാർ കാശ് കൊണ്ടുപോയെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഇത് പാലം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പൊളിച്ചു കളയേണ്ട അവസ്ഥ വരും. ഇതൊന്നും ഇങ്ങനെ നിലനിർത്തുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ ഇവിടെ ഉള്ളതാണോ ചേട്ടാ? ഇപ്പൊ പാലം വരുന്നു പറയുന്നു, എൻ്റെ അതായിട്ട് പണികളൊക്കെ നടക്കുന്നുണ്ട്. മീൻസ് ആ പണി വേസ്റ്റ് പണിയാണ്. ഈ പാലം വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. ഈ പാലം ശരി തന്നെ, പാലം വരുന്നവരെങ്കിലും നമുക്കതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണ്ടേ? അപ്പൊ ഇത് ചെയ്യുന്നതിൽ കൂടെ ഇപ്പൊ എന്തെങ്കിലും ആ പാലം വരാനായിട്ട് എത്ര ആൾ പിടിക്കും? ആ സമയം വരെ നമുക്കിവിടെ ഗതാഗത യോഗ്യമാണ്. ചെയ്യുന്ന പണി മോശമാണ്. അത് എന്തൊക്കെയോ കമ്മീഷൻ വാങ്ങിച്ചിട്ട് വേറെ ചരലുകൾ നിരത്താതെ സാധനം ചെയ്തുകൊണ്ടിരിക്കുക അവിടെ. ആ കാശൊക്കെ ആരെ കാശാ? നിങ്ങളുടെ കാശല്ലേ? നമ്മളെ പൈസ തന്നെയാണ്, നമ്മളെ പൈസയാണ്. പക്ഷേ ശരിയാണ്, നമ്മളെ പൈസ തന്നെ. മെമ്പർ വരുന്നത് ഈ വാർഡ് മെമ്പറാണ് നിൽക്കുന്ന. എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1927 ഗാന്ധിജി ഗുരുദേവനെ കാണാൻ ഇതുവഴി വരുന്നത്. നമ്മൾ 1927 എന്ന് വെച്ചാൽ ഇനി 98 വർഷമായി. അന്നൊക്കെ നമ്മുടെ അപ്പൂപ്പനൊക്കെ ചേർന്നാണ് ഇവിടെ അടയ്ക്കാൻ ഒരു ഇത് തെങ്ങൊക്കെ മുറിച്ച് ഇവിടെ ഇങ്ങനെ നടന്നു പോകത്തക്ക രീതി വഴി ഉണ്ടാക്കി കൊടുത്തത്. ആ കാലം തൊട്ട് ഇവിടെ പാലം വരുമെന്ന് പറയുന്നതാണ്. എല്ലാ LDF UDF ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ പറയും നമ്മൾ ജയിച്ച പാലം ഇടും. അങ്ങനെ ജയിച്ച് അങ്ങനെ എത്ര പാലായെന്നറിയാം, എത്ര പാലായെന്നറിയാം. ഇനി പാലയുടെ സ്ഥലം ഉണ്ടാവില്ല. ഇതൊന്ന് എല്ലാ ഇലക്ഷനും ഇടുമല്ലോ രണ്ടുപേരും. ഇത് നമ്മൾ കുട്ടിക്കാലം തൊട്ട് ഇളകുന്ന, ഇനിയിപ്പോൾ നമ്മൾ തീരാറായി, എന്നാലും പാലം വരില്ല. എങ്ങനെ വരുന്ന പൈസ വേണ്ടേ? കാര്യം പറയാം, ഈ നിൽക്കുന്ന കെട്ടിടം ഉണ്ടല്ലോ, ഈ ബിൽഡിംഗ് ഉണ്ടല്ലേ, ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന് വേണ്ടി അക്വയർ ചെയ്ത അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത്. ഏകീകരണമില്ല, കിഫ്ബിയുമായിട്ടും സർക്കാരുമായിട്ടും യാതൊരു ബന്ധവും. പഞ്ചായത്ത് വെറുതെ എടുത്ത് കാശ് അല്ലെങ്കിൽ കോൺട്രാക്ട് കൊടുത്തിട്ട് ചെലവാക്കുകയാണ്. അതിനെ പറ്റി നമുക്ക് അറിഞ്ഞൂടാ. ഇതിലെ കൂടെ പൊങ്ങി അങ്ങ് പോകുമ്പോൾ ഇതിനൊന്നും ഒരു തടസ്സവും വരില്ല, പൊങ്ങിയേ പോവുള്ളൂ. അതിന്റെ ആവശ്യം പിന്നെ അങ്ങനെ പറഞ്ഞല്ലേ അല്ല, അതിന് ഇത്രയും പ്രാവശ്യം എങ്ങനെയാണ് ഇത് ഇടിയോ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ചേട്ടാ, ഇത് എന്തൊക്കെയായാലും നഷ്ടപ്പെടാൻ പോകണം നമ്മുടെ കാശാണ്, ഇല്ലെന്ന് പറയാൻ പറ്റും. നമ്മുടെ നികുതി കാശാണ് പോകുന്നത്. എത്രയും കാശ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അരി തൊട്ട് പലവ്യഞ്ജനം മുതൽ വാങ്ങുന്ന എല്ലാത്തിനും നമ്മൾ കാശ് നികുതി അടയ്ക്കാറുണ്ട്. ഈ കാശാണ് കേട്ടോ പഴകി പോകുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു ഏകീകരണം അല്ലെങ്കിൽ ഒരു ദീർഘമായിട്ട് വേണ്ടപ്പെട്ട ഒരാളിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചു. ഇതിൻ്റെ അടിയിലല്ലേ ഇത് വരുന്നത്, അപ്പോൾ അത് ശരിയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരെൻ്റെ കൂടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഒരു പെരേഡം, എൻ്റെ സ്വന്തം പെരേഡമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൊളിക്കും, ഇല്ലാതാക്കും. അത് സർക്കാരിന് അത് ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞ അത് കൊള്ളാമല്ല, എൻ്റെയും നിങ്ങളെ നികുതി പണം എടുത്തല്ലേ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഞാൻ അവിടെ ചോദിച്ചു. അത് ഞാൻ പറയുന്നില്ല, ആരാണ് പറയുന്നില്ല. എന്താ പറയാൻ പറ്റുക? കാരണം നമ്മുടെയൊക്കെ നമ്മുടെ ജനങ്ങളുടെയൊക്കെ രോദനങ്ങളൊക്കെ മനരോദനങ്ങളായി അവശേഷിക്കുകയാണ് പതിവ്. ആരുടെ ചോദിച്ചാലും മറുപടി ഇതൊക്കെയാണ്. കുറച്ച് രാഷ്ട്രീയക്കാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നികുതി പണം ഒക്കെ ചിലവാക്കിയാണ്. ഇത് ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ മാധ്യമങ്ങളുടെ കടമയാണ്. ഇവിടെ പാലം വരുന്നത് കുറേ കാലം പറയുന്നു, പാലം വരാറായി, അപ്പോഴത്തേക്കാണ് ഈ പണികൾ എടുക്കുന്നത്. ഇതിൽ പറയണ്ടോ? അത്രയും കാശ് വേസ്റ്റ് അല്ലേ? കാശ് വേസ്റ്റാണോ ഒന്നും അറിയില്ല. പക്ഷേ ഏറ്റവും അലന്ന റോഡ് ഈ കായിക്കര കടവിലാണ്. ഒരുപാട് അപകടങ്ങളും ചെയ്യുന്നുണ്ട്. ഏറ്റെടുത്ത റോഡാണ്.
കിഫ്ബി കാശ് മുടക്കുന്നുണ്ട്, കിഫ്ബി സ്ഥലമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്, ഉടൻ തന്നെ പണി തുടങ്ങുമെന്ന് പറയുന്നു. ആ സമയത്ത് ഒന്ന് റീടാർ ചെയ്യുന്നതിന് പകരമായിട്ട് 3 ലക്ഷം മുടക്കിയിട്ട് ഇങ്ങനെ ഒരു ഇന്റർലോക്കേണ്ട ആവശ്യമുണ്ടോ? അതിനെപ്പറ്റി എനിക്കറിയില്ല. ഇന്റർലോക്കിന്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രാധാന്യം ജനങ്ങൾക്ക് റോഡാണ് ആവശ്യം. പാലം വരെ പോവേ, അതിൽ നമുക്ക് വിഷയമല്ല. പാലം കാത്തിരുന്നും അടുത്തല്ലേ? പാലം കാത്തിരുന്നു. 2 വയസ്സ് മുതൽ പാലം വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇനി മയ്യത്തും പോവാറായി. ഇനി അത് കണ്ട് മരിക്കാൻ വിധിയുണ്ടോന്ന് അറിയില്ല. അപ്പൊ ജനങ്ങൾക്ക് റോഡാണ് പ്രാധാന്യം. കാര്യം ഇവിടുത്തെ വിശ്വാസമില്ല. പാലം വരുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. മതിയാക്കി ഗാന്ധിജി വന്നപ്പോഴത്തേക്ക് പാലം വരുമെന്ന് പറഞ്ഞാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ റോഡ് എത്രയും നല്ല ക്ലീൻ ആയ അത്രയും ജനങ്ങൾക്ക് നല്ലതാണ്. കാര്യം ഭയങ്കര വെള്ളമാണ്. ഭയങ്കര വെള്ളം അപകടമാണ്. അല്ല, അവിടെ ഒന്നും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ അറിഞ്ഞിട്ടില്ല, ഇന്റർലോക്ക് ചെയ്യുന്ന കാണുന്നു, അവർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അവരറിഞ്ഞിട്ടില്ല. അത് അതിൻ്റെ ഒരു ഐയും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ചിരുന്നു. മെമ്പറാണ് കേട്ടോ, നമ്മളെ മെമ്പറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അവരുടെ അവർ നമുക്ക് സാധാരണ ഒരു ഇൻറ്റിമേഷൻ തരേണ്ടതാണ്, ഇങ്ങനെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് നിർമ്മാണ പ്രവർത്തികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഇൻറ്റിമേഷൻ തരേണ്ടായിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് അതുണ്ടായില്ല. അതിലുപരി നമുക്ക് ഇപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നില്ലേ, ഡെയിലി ഇതുവഴി 100 കണക്കിന് ആൾക്കാർ പോകുന്നത്, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ, ഓഫീസിൽ പോകുന്ന സ്റ്റാഫുകളുണ്ട്, ഗവൺമെൻറ് സ്റ്റാഫുകളുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വക്കവും കായികരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ബസ് കയറി അവിടെ നിന്ന് പോകാനും എളുപ്പമുള്ളതുകൊണ്ട് മിക്ക ആൾക്കാരും ഇവിടെ വന്നാണ് പോകുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മഴക്കാലമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടനെ. ഏകദേശം മുട്ടൊപ്പം വെള്ളമുണ്ട്. ഈ വെള്ളം അങ്ങോട്ട് കയറുമോ? ഇല്ല, ഇനി വരില്ല. അതായത് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് റോഡ് കംപ്ലീറ്റ് കുഴിയായിട്ട് മുട്ടൊപ്പം വെള്ളം വരുന്നത്. അപ്പോൾ പലതവണ ഈ പാലത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് തന്നെ അതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് ആലോചിച്ച സമയത്ത് പാലം വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അതിങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ഇപ്പോൾ പാലത്തിൻ്റെ ടെൻഡർ നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം പാലം പണി പൂർത്തിയായി വരുമ്പോൾ ഒരു 2 കൊല്ലത്തോളം എടുക്കുമെന്നാണ് തോന്നുന്നത്, ടെൻഡർ നടപടി പൂർത്തിയായതിനു ശേഷം. ഏതാണ് ഏതാണ് റോഡിൻ്റെയോ പാലത്തിൻ്റെ അതിൻ്റെ ഇപ്പോൾ വസ്തു എടുക്കുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് അത് തന്നെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഫണ്ടുകളൊക്കെ റിലീസ് ചെയ്ത് ഇനി 1-2 കേസുകൾ മാത്രമേ അതിനകത്ത് പെൻഡിങ് ആയി കിടപ്പുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നടപടിയായിട്ടുണ്ട്. ഇനി ടെൻഡർ നടപടി കിഫിയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തി. അതെ. അപ്പോൾ അതിന് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ബ്ലോക്കിൻ്റെ കീഴിലാണ് ഈ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് ഇപ്പോൾ ഇൻ്റർലോക്ക് ചെയ്യുന്നത്. ഇൻ്റർലോക്ക് എന്നൊരാശയം തന്നെ ശരിക്കും ചേട്ടാ ആ പണി ഞാൻ കണ്ടതാണ് കേട്ടോ. ആ പണി നമ്മളൊക്കെ വലിയ ഇടവൊക്കെ ഇടുന്നതാണ്. പണി ഞാൻ കണ്ടതാണ്. എന്ത് പണി എടുക്കണമെങ്കിൽ അറിയാം. അല്ല, അത് റോഡ് നമുക്ക് പണി പൂർത്തിയായതിനു ശേഷം നോക്കാം. അത് ഇപ്പോൾ കോൺട്രാക്ടർ അതിൻ്റെ വേണ്ടപ്പെട്ട എയും ഓവർസിയറൊക്കെ അതിനെ നോക്കാം. അതൊന്നും വിലയിരുത്താൻ എനിക്ക് ഇതിനകത്ത് സാധിക്കില്ല. അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചല്ല ചെയ്യുന്നത്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിനകത്ത് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, പാലം വരുന്നത് എന്നായാലും വരട്ടെ, പക്ഷേ ഇപ്പോൾ റോഡ് ഒന്ന് നന്നായി കിടക്കുന്നതിൻ്റെ ഒരു ആവശ്യം. എന്തിനാണ് ഇന്റർലോക്ക് ഇടുന്നത്? ഞാൻ ചോദിക്കട്ടെ, കുടിയൊക്കെ നിമത്തി സാധാരണ പാലം എന്തായാലും വരുമല്ലോ, വന്നാലേ പറ്റൂ ഇവിടെ. അപ്പൊ ഒന്ന് റീടാർ ചെയ്താൽ പോലെ, ഒന്ന് കുടിയൊക്കെ നിമത്തിട്ട് എന്തിനാണ് ഇപ്പൊ 3 ഫണ്ട് ഉപയോഗിക്കുന്നത്? അവിടെ 9 ലക്ഷം 13 ലക്ഷമൊക്കെ പറയുന്നു. എന്തിനാണ് ഫണ്ട് ഉപയോഗിക്കുന്നത്? അതിപ്പോ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അതിപ്പോ അതിന്റെ എയും ബന്ധപ്പെട്ട എക്സി ഒക്കെ അല്ല എന്റെ തീരുമാനം. ഈ കാശ് ആരെ കാശാട്ടാ? ഗവൺമെന്റ് കാശ് തന്നെയാണ്, നമ്മുടെ കാശ് തന്നെയാണ്. അല്ല, ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ഈ റോഡിന്റെ നേരത്തെ അവസ്ഥ കണ്ടിട്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇത് സംരക്ഷണം ചെയ്യാനായിട്ട് മുതിരില്ലായിരുന്നു. അത് വേറെ സത്യം. എന്തായാലും ഈ പറയുന്ന ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കാരണം ഈ ഒരു കടത്ത് ഞാനിപ്പം ചേട്ടൻ പറഞ്ഞാണ്, എനിക്ക് അറിയില്ലായിരുന്നു. ഗാന്ധിജി അന്ന് ഇവിടെ വന്നിട്ടുണ്ട്, ഈ കടത്ത് വഴിയാണ് വന്നത്. അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കടത്ത് കൂടിയാണ്. ഇപ്പോഴും ജനങ്ങളൊക്കെ 1928 മറ്റാണ് ഗാന്ധിജി വന്നത്. ഇപ്പോഴും ഈ കടത്ത് വഴി വിദ്യാർത്ഥികളൊക്കെ വള്ളത്തിൽ പോകുന്ന കാഴ്ചയാണ്. പാലം വരേണ്ട അത്യാവശ്യമാണ്. ഒരുപാട് കാലം മുമ്പ് കൊടുത്ത വാഗ്ദാനമാണ്. ഇപ്പോൾ പാലം വരുന്ന ഈ ഒരു അടിയന്തര അവസ്ഥയിൽ പാലം വരും എന്ന് പറയുന്നു. ഈ റോഡെല്ലാം വസ്തുവെല്ലാം കിഫ്ബി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനൊരു പാഴ്ചെലവ് ഉണ്ടാകുന്നത്. ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരു മാധ്യമ ധർമ്മമാണ്. വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.